ഹായ്! ഇന്ന് വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഈ കിടിലൻ മഴയത്ത് ഞാൻ പോണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽനിന്നാണ്. ഗോവയിൽ പോണേങ്കാട്ടി മുന്നേ നല്ല കിടിലൻ കോഴിക്കോടൻ ഹലുവയും കോഴിക്കോടൻ ചിപ്സും. അത് കോഴിക്കോടൻ 2, 3 ടൈപ്പ് ഹലുവ മേടിച്ച് ഇത് അവിടെയുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫ്രണ്ടൊന്നുമല്ല, ഇതാ ഈ പശുമതി നമ്മളെ കസിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ കസിൻ മേടിക്കാതെ ഞാൻ എന്തുകൊണ്ട് ഇത് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യൽ കൊടുക്കുക എന്നുള്ളത് അതൊരു നാട്ടു നടപ്പാണ്. റെയിൽവേയിൽ പോയപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ അടുത്തുള്ള 2 ഭായിമാർ അവിടെ ഉണ്ടായിരുന്നു. അവർ രാജസ്ഥാനിൽ പോവുക വേറെ വണ്ടിയിൽ. മുന്നിലൊരു ബേബീനെ കിട്ടി, അതിനായിട്ട് പ്ലേ ചെയ്ത് വണ്ടിയിൽ കയറി. പിന്നെ നല്ല കിടന്നുറങ്ങി. രാവിലെയാണ് എണീച്ചത്. രാവിലെ പശുമതി നമ്മളെ കസിന് നല്ല ഉറക്കമാണ്. ആ ഒരു 12 1 മണി ആവാതെ എണീക്കില്ല. ഞാൻ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇത് പുറത്തുള്ള നമ്മളെ നാച്ചുറലായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഫ്രഷ് എയറും അതേപോലെ ഗ്രീനറി പ്ലേസും നല്ല മൈൻഡ് കൂളായി. ഫൈനലി നമ്മൾ ഗോവയിൽ റീച്ചായി. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു വണ്ടി റെൻറ്റിനെടുത്ത്, സ്കൂട്ടറാണ് എടുത്തത്. എന്നിട്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് സൈഡാണ്. അവിടത്തേക്ക് വെച്ച് പിടിച്ച് അങ്ങനെ കിടിലൻ ഗോവയുടെ ഹൈവേ കാഴ്ചകളും ഗോവൻ സ്പെഷ്യൽ കുറേ ഐറ്റംസും കണ്ട് നമ്മളങ്ങനെ അങ്ങനെ വണ്ടിയിൽ റൈഡ് ചെയ്ത് ഗോവയിൽ നമ്മളെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് സൈഡ് റീച്ച് ആയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫുഡ് അത് കഴിച്ച് ഗോവൻ നല്ല ട്രാഫിക്കാണ്, ഫുള്ള് ഫാമിലിയാണ് അവിടെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് നടത്തത്തിൻ്റെ ഇടയിൽ നമ്മൾ കുടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ജ്യൂസാണ്, ഓറഞ്ച്, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് കുറച്ച് സ്വിമ്മിങ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജ്യൂസും ഉണ്ട്. പപ്പേൻ്റെ കുറേ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അടിപൊളിയായി എടുത്തു കൊടുത്തു. ആളെടുത്തും ഐഫോൺ തന്നെയാണ്. പക്ഷേ ആളത് അവിടെ മടക്കി ഒരു കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ട് എൻ്റെ ഐഫോൺ എടുത്തിട്ട് ഫുള്ള് വെള്ളത്തിലൊക്കെ കളിച്ചത്. ആൾക്ക് ഭയങ്കര പേടിയാണ് ഫോണ് കംപ്ലൈൻ്റ് ആവുമെന്നൊക്കെ ഉള്ള. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കണമുണ്ട്. അപ്പോൾ വൈബ്. നേരെ നമ്മൾ പോയത് നമ്മളെ സ്പെഷ്യലായിട്ടുള്ള വടാപ്പാവാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ വടാപ്പാവും, ഉച്ചയ്ക്ക് വടാപ്പാവും, നൈറ്റിൽ വടാപ്പാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുംബൈ അതേമാതിരി ആ ഒരു രത്നഗിരി ബോംബെ ഈ സ്ട്രീറ്റിലുള്ള വടപ്പാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. വടപ്പാവ് തിന്നാനായിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോയാലോന്ന് വിചാരിക്കും. ഈ ബായിയാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. അപ്പോൾ ബായിനോട് ഒരു ചെറിയ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൾ എടുത്തോ എന്ന് പറഞ്ഞ് കിടിലനായിട്ട് അത് മേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നും കുറേ ട്രൈ ചെയ്തു വടപ്പാവ്. നമ്മളെ കോഴിക്കോട് നിന്ന് അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്തുനിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് മുംബൈയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, മുംബൈ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന വടാപ്പാവിൻ്റെ ടേസ്റ്റ് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. കുറഞ്ഞ റേറ്റുമാണ്. അതിൽ ഇതാ ഈ ഒരു ചട്നി ഉണ്ടാവും, അതേമാതിരി മുളക് കട്ട് ചെയ്തിട്ട് ഉപ്പിൽ സെറ്റ് ചെയ്ത് പൊരിച്ചുണ്ടാവും. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടാണ്. ബുൾസയും അതേപോലെ നല്ല വടാപ്പാവും ഉണ്ട്, മുളകുണ്ട്. പക്ഷെ നല്ല പണി കിട്ടി, തിളയ്ക്കണ സാധനമായിരുന്നു. ആ നായി എന്നോട് പറഞ്ഞില്ല ഇത് നല്ല ചൂടുണ്ട് എന്നുള്ളത്. എന്തായാലും പണി കിട്ടി. അതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് സെറ്റ് കംപ്ലീറ്റ്ലി തിന്ന് ഒരു 3 4 തിന്ന്. ഒരു 2 അവിടെ നിന്ന് പാർസലും മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് സ്കിപ്പായത്. അപ്പോൾ വടാപ്പാവ് നിങ്ങൾ ഗോവയിലോ മുംബൈയിലോ എവിടെ പോകുകയെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കിടിലൻ ടേസ്റ്റാണ്. അതേമാതിരി പാവ് ഭാജി കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റിൽ കറങ്ങുമ്പോൾ നല്ലൊരു കുട്ടീനെ കിട്ടി. എവിടെ പോയാലും എനിക്കൊരു കുട്ടിയാൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡോഗ് അതേപോലെ പശു അങ്ങനെയുള്ള ആനിമൽസിനെ കിട്ടും. അവരായിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനി. അത് കഴിഞ്ഞ് എൻ്റെ കുറേ ഫോട്ടോ എടുപ്പ് ഉണ്ടായിരുന്നു. നൈറ്റിൽ ബീച്ചിൽ പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇട്ട് പോകണം എന്നുള്ള ഒരു വൈബ്. അപ്പോൾ ചെറിയൊരു സർവത്തും കൂടി കുടിച്ചിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കളർഫുള്ളാണ്. അവിടെ നിന്നും കുറേ ഫോട്ടോസ് നമ്മളെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെയും സർവത്ത്. അവിടെ നിന്ന് നമ്മൾ നോർമൽ വാട്ടർ കഴിക്കലേ ഇല്ല, കൂടുതൽ ഇതേപോലെയുള്ള സർവത്താണ് അവിടെ നിന്ന് കഴിക്കൽ. കാരണം അവിടെ റേറ്റും കുറവാണ്, നല്ല വൈബാണ്, എല്ലാ സ്ഥലത്തും നല്ല വൈബാണ്. അപ്പോൾ നല്ല കൂളായിട്ടുള്ള സർവത്ത് കഴിച്ച് നമ്മളിങ്ങനെ ബീച്ചിലെ കാഴ്ചകളും കണ്ട് പാട്ടൊക്കെ കേട്ട് വൈബിലിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചേസ് പറഞ്ഞ ഒരു ഗ്ലാസ് സർവത്ത് കുടിച്ചപ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ മിക്സഡ് നൂഡിൽസുമാണ്. അത് കഴിഞ്ഞ് ഈ സ്ട്രീറ്റിൽ സെയിൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഇതേപോലത്തെ നമ്മളെ കുറേ ബാൻഡും ഗ്ലാസും അതിൻ്റെ ഇടയിൽ ഡോഗിന് ഫീഡ് ചെയ്ത്
അവരുടെ അടുത്ത് നിന്ന് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മളിങ്ങനെ വൈബായിട്ട് കുറേ നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 o'clock 2 o'clock വരെ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് കുറേ നടന്നപ്പോൾ കുറേ കുഴിയൊക്കെ കുഴിച്ച് ഇതേമാതിരി കുറേ ഡോഗ്സ് കിടക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്ക് മനുഷ്യന്മാരെയും കാട്ടി കൂടുതൽ ഏത് ഏരിയയിൽ പോവുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ എല്ലാം ഇതേപോലത്തെ അനിമൽസ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി എവിടെയോ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്ത് ആളെ ഫോണൊക്കെ മിസ്സായി പോയിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തോ ഒരു ഭാഗ്യം, ദൈവം കണ്ട് മുട്ടിച്ചതാണെന്ന് തോന്നുന്നു. ആളെ എനിക്ക് കിട്ടി. അങ്ങനെ ആളെ ഫ്രണ്ടിൻ്റെ നമ്പറൊക്കെ നമ്മൾ FBന്ന് തപ്പി എടുത്ത് ആളെ കോണ്ടാക്ട് ചെയ്ത് ആളെ അവിടെ റൂമിലാക്കിയിട്ടാണ് ഞാൻ റിട്ടേൺ വന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ട്സുമാർ ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരായിട്ടും കമ്പനി അടിച്ച് നല്ല മഴയാണ് കേട്ടോ അവിടെ. നേരെ നമ്മൾ പർച്ചേസിങ് സെക്ഷനിലേക്ക് കിടന്നു. കുറേ സാധനങ്ങൾ നമ്മളവിടെ നിന്ന് പർച്ചേസ് ചെയ്ത്, കുറേ ലോക്കറ്റ്സ്, റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കസിൻ പശുമതീൻ്റെ ഫ്രണ്ടിനെ കാണാം. അതാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിലേക്കാണ് ആൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ആളെ മീറ്റ് ചെയ്ത്. നൈസാട്ടോ ആൾ. അപ്പോൾ പശുമതീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദുബായിലുള്ള. അപ്പോൾ ആൾ കൂടെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഈ അമ്പലം പൂജ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ലൊരു വൈബ്, പാർക്ക് പോലെ. നമ്മൾ അബുദാബിയിലുള്ള അമ്പലം പോലെ ഉണ്ട്. ഇവിടെ ഇതാ തിരുപ്പതി ദൈവമുണ്ട്, അതേപോലെ തന്നെ കൃഷ്ണൻ രാധ. അതേമാതിരി ഇവിടെയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. അവർ മുന്നേ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അവരുടെ ബാക്കിൽ ഈ ടെമ്പിളിൻ്റെ സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് അവരെ കൊണ്ട് 2 ക്ലിക്കൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ നടന്നു. കിടിലനായിട്ടുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ടെമ്പിളിൻ്റെ പേര് ലൊക്കേഷനൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ പോയതാണ്, അതിൻ്റെ ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. എൻ്റെ കസിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല വൈബ് ട്രിപ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 ആളും ട്രിപ്പിൽ വെച്ചിട്ട് ഗോവൻ റോഡുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ആളുടെ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.